ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട്. നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഹോസ്പിറ്റൽ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഇവിടെ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഞങ്ങൾ ചൂസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചോദിക്കണം. കാരണം ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയണമല്ലോ. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇത് രജിസ്റ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് മെയിൻ കാര്യം എന്ന് പറയണം. കുറച്ച് നമുക്ക് നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പോയി നോക്കാം, കിട്ടണത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:32 ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ബസ്സുള്ളത് 11:52 അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി വീട്ടിൽ നിന്ന്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്ന് ബ്രെഡും അവക്കാഡോ ടോസ്റ്റും ആയിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഗായ്സ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെയോ രാത്രിയോ എങ്ങാണ്ട് മഞ്ഞ് പെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടോ ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട്. ഫുള്ളായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ചെറിയൊരു കാലാവസ്ഥ വലിയ സുഖമില്ല. സൺലൈറ്റും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മഴ പെയ്യാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് പോയാലേ പറ്റുള്ളൂ. ഇനി വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. ഇന്ന് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ആവട്ടെ, തണുപ്പുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നന്നായിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോവാം. ചില മഞ്ഞൊക്കെ ഒരുക്കിയിട്ടുള്ളൂ ഗൈസ്. പിന്നെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു തീരുമാനമാവും. വയ്യാണ്ട് നടന്ന് ക്യാൻസലാന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ അവിടെ നിന്ന് ഇനി ബസ്സായിരിക്കും. അപ്പോൾ മാറി മാറി കയറി കുറച്ച് കഷ്ടപ്പെടുന്നു തോന്നുന്നു. പക്ഷെ നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേഗം തിരിച്ചു തരാം. ചുമ്മാ അലിഞ്ഞിരിഞ്ഞ് നടക്കണ്ട അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഷോപ്പിങ്ങിന് അങ്ങോട്ട് കയറി കഴിഞ്ഞാലോ മൈൻഡ് അങ്ങോട്ട് മാറും. ഭയങ്കരമായിട്ട് ഇങ്ങനെ അപ്പോൾ ക്ഷീണം കാര്യങ്ങളൊന്നും നോക്കൂല. ക്ഷീണം വരുന്നത് എപ്പോഴാണെന്നറിയോ? തിരിച്ച് വരണ വഴിയും വീട്ടിലെത്തി കഴിഞ്ഞിട്ടും ഒക്കെയാണ് ക്ഷീണം അറിയുന്ന പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ ബസ് വന്നിട്ട് കാണാം. ഇതെടുക്കാൻ നേരത്തെ അവള് തൊക്കിയിടില്ല, ഒന്നും ഇടില്ല. തണുപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര കാറ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സ്റ്റേഷനിലെ ഈ ഒരു പണി ഇനി എന്ന് തീരുമെന്തോ. എത്ര നാളായി? ഒരു വർഷത്തിന് മേലെ ആയല്ലേ. ഓർമ്മ ആ പോ. നല്ല വൃത്തിയായിട്ട മഴ. ഈ മഴ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. രജിസ്ട്രേഷൻ വെറുതെ ഫോൺ വഴി മതിയായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഗായ്സ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ രജിസ്ട്രേഷൻ ഫോൺ വഴി തന്നെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ വെറുതെ നമ്മൾ അവിടെ പോയി ഫോൺ വഴി എന്നിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു ഹോസ്പിറ്റലിലും കൂടി ലിസ്റ്റിലുണ്ട്. ബട്ട് പോയി നോക്കണം എന്തായാലും. ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് നീല റെസ്റ്റോറൻറ്റിലാണ് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല മഴയൊക്കെ ആയ കാരണം പിന്നെ കുറേ നടക്കാനുണ്ട്. അപ്പോൾ വിചാരിച്ചു ടാക്സി നോക്കാമെന്ന്. എന്തായാലും ടാക്സി വിളിച്ചിട്ടുണ്ട്. ഈ ടാക്സി നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാം. എന്തെങ്കിലും കഴിക്കുന്നുണ്ട് അല്ലേ. കപ്പ ബിരിയാണി,
ഒരു കോട്ടയം മീൻകറി, ഒരു മീൽസ്, ഒരു നീല സ്പെഷ്യൽ കുലുക്കി, ഒരു നീല സ്പെഷ്യൽ കുലുക്കി, ഒരു നീല ബ്ലൂം പ്രഗ്നൻസി ക്രീംസ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നീല ഇൻഡിഷ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് മീൽസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിലത്തെ ഫുഡൊക്കെ കഴിക്കാനാണ് എനിക്കിപ്പോൾ കൂടുതൽ താല്പര്യം. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് നീല സ്പെഷ്യൽ കുലുക്കി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് ഓരോന്നായിട്ട് നമുക്ക് വന്നു. കപ്പ ബിരിയാണി, സാമ്പാർ ഉണ്ടായിരുന്നു നമുക്ക് മീൽസിന് വേണ്ടിയിട്ട്. കറികളൊക്കെ കുറച്ചാണ് ഉണ്ടായിരുന്നുള്ളൂ. സദ്യയുടെ ഫുൾ കറികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാ കറികൾക്കും. പിന്നെ കപ്പ ബിരിയാണി, കോട്ടയം സ്റ്റൈലിൻ്റെ ഒരു സ്പെഷ്യൽ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കിയാണ് ഞാൻ കഴിച്ചത്. ഫുഡ് വന്നപ്പോൾ പിന്നെ വീഡിയോ എടുക്കണ കാര്യമേ വിട്ടുപോയി കേട്ടോ. അധികം പിന്നെ എടുക്കാനൊന്നും നിന്നില്ല. ഞാനത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് വയറും മനസ്സൊക്കെ നിറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ദേ കിടക്കുന്നു മഴ. മഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആലിപ്പഴമൊക്കെ വീണിട്ടുള്ളൊരു മഴയായിരുന്നു ഗൈസ്. മഴയും എല്ലാം കൂടി ഒരുമിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൂടിയൊക്കെയാണ് നമ്മുടെ ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്നത്. കാരണം നമുക്ക് ആ ഒരു ടൈമിലൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ എടുത്തു. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഡ്രസ്സിങ് ടേബിൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ച സൈസിനും കിട്ടി. പക്ഷേ ഡെലിവറി ചെയ്ത് തന്നത് ഈ ഒരു പീസ് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് പകുതി. പക്ഷെ അത് കൊടുക്കാനും വയ്യ. മറ്റേ ഒരവസ്ഥയില്ലേ, ഭയങ്കര ഹെവിയാണ്. നമുക്ക് തിരിച്ചു കൊണ്ടേ കൊടുക്കാനും ഇവിടെ നമ്മൾ റിട്ടേണൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ എന്തായാലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസ് മാറ്റി കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. നല്ല അടിപൊളി സാധനമായിരുന്നു. എന്തായാലും ഫിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. പുറത്തൊക്കെ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കില്ല. ഭയങ്കര മഴയായിട്ട് ഞങ്ങൾ പെങ്കിൻ നടക്കുന്ന വേണ്ടിയിട്ടാണ് നടന്നത്. കാരണം തൊപ്പിയൊക്കെ വെച്ച്. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. നില ഇൻഡിഷ് റെസ്റ്റോറൻറ്റ്. സാരി നമ്മുടെ നാട്ടിലെ ഫുഡിൻ്റെ സെയിം ടേസ്റ്റ്. ഞാൻ മീൽസാണ് പറഞ്ഞത്. കാർത്തി പറഞ്ഞത് കപ്പ ബിരിയാണി, പിന്നെ മീൻകറി പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയം സ്റ്റൈൽ. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ കുലുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ നാട്ടിലത്തെ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് ഇതേ വീട്ടിൽ വന്ന് കയറിയേക്കാണ്. ഇപ്പോൾ കയറിയുള്ളൂ, കുറച്ച് നേരം ആയിട്ടുള്ളൂ. ഇപ്പോൾ സമയം എത്രയുണ്ടാവും? ഇപ്പോൾ സമയം 5:10 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇരുട്ടായി പുറത്തൊക്കെ. പിന്നെ നല്ല മഴയായ കാരണം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെയായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ദിവസം പോയത്. ഇനി ബാക്കി ഞാൻ ചിലപ്പോൾ നാളെങ്കിലും ഈ ഒരു വീഡിയോ ലോങ് ആക്കാൻ വേണ്ടി എടുക്കുന്നതായിരിക്കും. എൻ്റെ അങ്ങനെ ക്രേവിങ്സ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ആയി. ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇതിൽ പോയി കുറച്ച് അല്ലറ ചില്ലറ ഗ്രോസറീസ് വാങ്ങിച്ചു. എന്ത്? ഓ അങ്ങനെ ഈ ഒരു സംഭവം വാങ്ങിച്ചു കേട്ടോ. ഇത് പക്ഷേ വേറെ സാധനമായിരുന്നു. എൻ്റെ ഉള്ളിൽ ക്രീമാണെന്നാണ് വിചാരിച്ചത്. കുറച്ചും കൂടി വീഡിയോ ആയിട്ട് നാളത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം കേട്ടോ. ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. റെസ്റ്റ് എടുക്കാൻ പോകണം. ഗുഡ് മോർണിംഗ് ഗായ്സ്. സമയം ഏകദേശം ഒരു 8:30-9 മണി ആവാറായിട്ടുണ്ട്. ഞങ്ങളൊരു 8 മണി കഴിഞ്ഞപ്പോഴാണ് എണീറ്റത്. കാരണം കാർത്തിക്കിപ്പോൾ വെക്കേഷൻ എടുത്തേക്കാണ്. വെക്കേഷൻ എടുത്തിട്ട് കുറേ നാളായി കേട്ടോ. ഏകദേശം ഒരു ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ടയേർഡ്നെസ്സോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഈ ഡിസംബർ മാസം അങ്ങോട്ട് കഴിഞ്ഞതോടെ, ഡിസംബർ മാസത്തിൻ്റെ പകുതി വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോർമൽ കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. ഇടയ്ക്ക് ഒരു നെഞ്ചിരിച്ചിൽ ആ ഒരു പോലത്തെ ഒരു ഫീൽ ഇതൊക്കെ വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എണീറ്റിട്ട് വെള്ളമൊന്നും കുടിച്ചില്ല. അപ്പോൾ അതിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതെന്താണെന്നറിയോ, ഇത് വേറെ പാത്രമാണെങ്കിലും ഇത് സംഭവം ഗീയാണ്, നെയ്യാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു സ്പൂൺ രാവിലെ എണീക്കുമ്പോൾ തന്നെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര കഴിക്കും. ഇത് എടുക്കാം. ഉണക്കമുന്തിരി കുറച്ച്, നമുക്ക് 2 ഡേറ്റ്സ്, പിന്നെ ഇടുന്നത് പിസ്ത 2-3 എണ്ണം ഇടുന്നുണ്ട്. പിസ്ത വീറ്റ് ബ്രെഡ് ഇരിക്കുന്നുണ്ട്. വീറ്റ് ബ്രെഡും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ജാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ബ്ലാക്ക് മറ്റേ ബ്ലൂബെറി ആണെന്ന് തോന്നുന്നു. ബ്ലൂബെറിയുടെ ഒരു ബ്ലാക്ക് കറൻറ്റിൻ്റെ ഒരു ജാമാണ്. അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആദ്യം നമ്മൾ വീറ്റ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കൊരു കൊതിയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരെണ്ണെടുത്ത് കഴിക്കാം. ഒരെണ്ണം എടുക്കാം നമുക്ക്. ഉണ്ടല്ലോ ഇപ്പോൾ ഭയങ്കര വിശപ്പാണ്. വിശപ്പെന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് ഫ്രം സ്പൈസ് വില്ലേജ്. ഇത് നമ്മളുടെ കുറച്ച് നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഐറ്റംസാണ് ഞങ്ങൾ കാണിച്ചു തരേണ്ടത്. കുറച്ച് നമ്മുടെ നാട്ടിലത്തെ മട്ടാരി, അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയുണ്ട്. അപ്പോൾ നമ്മളിത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഇത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അപ്പത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ പച്ചരി പോലത്തെ അരിയാണ്. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി വന്നിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഇതൊരു വാങ്ങിക്കാത്തൊരു ഐറ്റമായിരുന്നു നമ്മുടെ നാട്ടിലത്തെ റൈസ്. അങ്ങനെ ഇന്നും ഒരു അടിപൊളി ലഞ്ചോട് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് മോര് കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട് അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ.